യാഥാസ്ഥിതിക പ്രവർത്തകനായ ചാർലി കിർക്കിനെ വെടിവെച്ചു കൊന്ന കേസിലെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ട്രംപ് മാധ്യമങ്ങളുമായി ഇക്കാര്യം പങ്കുവച്ചത്. പ്രതിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് അയാളെ പിടികൂടാൻ സഹായിച്ചതെന്നും പ്രതിയെ നിയമപാലകർ പിടികൂടിയെന്നതിൽ തനിക്ക് ഉറപ്പുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയിലെ വിവിധ പ്രസ്ഥാനങ്ങളിലെ മുന്നണി പോരാളിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനുമായിരുന്നു ചാർലി കിർക്ക്. ബുധനാഴ്ച യുഎസിലെ യുട്ടാ വാലി സർവകലാശാലയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കവെയാണ് കിർക്കിന് വെടിയേറ്റത്. യഥാസ്ഥിതിക യുവജന സംഘടനയായ ടേണിംഗ് പോയിന്റ് USAയുടെ സിഇഒയും സഹസ്ഥാപകനുമായിരുന്നു 31-കാരനായ കിർക്ക്. ചാർലി കിർക്കിനെ വെടിവെച്ചതുമായി കരുതപ്പെടുന്ന വ്യക്തിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു മുൻ പാസ്റ്ററാണ് പ്രതിയെ നിയമപാലകർക്ക് കൈമാറിയതെന്നും പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്നുള്ള കാര്യത്തിൽ തനിക്ക് ഉറപ്പുണ്ടെന്നും ട്രംപ് പറഞ്ഞു. പ്രതിയെ കൈമാറിയത് നിയമപാലകരുമായി ബന്ധമുള്ള ആളാണ്. അദ്ദേഹം ഒരു വിശ്വാസിയും പുരോഹിതനുമായിരുന്നു. അവർ പോലീസ് ആസ്ഥാനത്തേക്ക് വാഹനം ഓടിച്ചെത്തുകയായിരുന്നു. വളരെ മികച്ച ഒരു US മാർഷലിന്റെ അടുത്തേക്കാണ് അദ്ദേഹം പ്രതിയെ എത്തിച്ചത്. പ്രതി ഇപ്പോൾ അവിടെയുണ്ട്. ഞങ്ങൾ തിരയുന്ന വ്യക്തി എന്ന് കരുതുന്നയാൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ചാർലി കിർക്കിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകുമെന്ന് ട്രംപ് പറഞ്ഞു. ചാർലി കിർക്ക് ഒരു മികച്ച വ്യക്തിയും മഹാനായ മനുഷ്യനുമായിരുന്നു. എല്ലാ അർത്ഥത്തിലും മികച്ചവൻ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലെന്നും ട്രംപ് പറഞ്ഞു. വെടിവെപ്പിന് ശേഷമുള്ള 48 മണിക്കൂറിനുള്ളിൽ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏകോപിത പ്രവർത്തനമാണ് പ്രതിയെ കണ്ടെത്താനായി നിയമപാലകർ നടത്തിയത്. പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ച 7000-ലധികം വിവരങ്ങളുടെ സഹായത്തോടെ 20-ലധികം ഏജൻസികളെയും 100 കണക്കിന് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചായിരുന്നു അന്വേഷണം. അതിനിടെ ചാർലി കിർക്ക് കൊല്ലപ്പെട്ടതിനു ശേഷം ആദ്യമായി പ്രതികരിച്ച് ഭാര്യ എറിക്ക. എന്റെ ഭർത്താവ് തനിക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയും അദ്ദേഹത്തിന്റെ ജീവൻ ബലിയർപ്പിച്ചുവെന്ന് എറിക്ക പറഞ്ഞു. ചാർലി തന്റെ പോഡ്കാസ്റ്റ് ഷോ നടത്തിയിരുന്ന സ്റ്റുഡിയോയിൽ അദ്ദേഹം ഇരിക്കാറുണ്ടായിരുന്ന കസാരയ്ക്ക് അരികിൽ നിന്നുകൊണ്ടായിരുന്നു കണ്ണീരോടെയുള്ള എറിക്കയുടെ അനുസ്മരണം. പ്രസിഡന്റ് ട്രംപിന് നന്ദി പറഞ്ഞ എറിക്ക ചാർലി അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നതായും പറഞ്ഞു. വൈസ് പ്രസിഡന്റ് JD വാൻസിനും ഭാര്യ ഉഷയെയും എറിക്ക നന്ദി അറിയിച്ചു. ചാർലിയുടെ കൊലയാളികൾക്ക് അവർ എന്താണ് ചെയ്തത് എന്നതിനെക്കുറിച്ച് ഒരു നല്ല ധാരണയില്ല. ദേശസ്നേഹം, വിശ്വാസം, ദൈവത്തിന്റെ കാരുണ്യം നിറഞ്ഞ സ്നേഹം എന്നിവയുടെ സന്ദേശം പ്രചരിപ്പിച്ചതുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെന്നും എറിക്ക പറഞ്ഞു.